കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, 1000 നാമങ്ങളാണ് വിഷ്ണു സഹസ്രനാമത്തിലുള്ളത്. ഈ 1000 നാമങ്ങളുടെയും അർത്ഥം എന്തായിരിക്കുമെന്ന് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനസ്സിലാക്കാനും ആലോചിക്കാനും ചിന്തിക്കാനും. എന്നാൽ നമ്മളത് അറിഞ്ഞിരുന്നുകൊണ്ട് നമ്മൾ ആ നാമം ചൊല്ലുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഫലസിദ്ധി ഉണ്ടായിരിക്കും. ഞാനിവിടെ 1000 നാമങ്ങളുടെ അർത്ഥങ്ങൾ ഓരോ വീഡിയോകളിലായിട്ട് പല വീഡിയോകളിലായിട്ട് പറയുകയാണ്. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ തുടങ്ങി അങ്ങനെ തുടങ്ങാൻ പോകുന്നത്. കാരണം 1000 നാമങ്ങളുടെ അർത്ഥങ്ങൾ ഒരൊറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഒരു ദിവസം കൊണ്ട് തന്നെ എടുക്കാനും എളുപ്പമല്ല. അപ്പോൾ 1000 നാമങ്ങളിൽ ആദ്യത്തെ അങ്ങനെ നാമങ്ങളുടെ അർത്ഥം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. സഹസ്രനാമത്തിൻ്റെ ആദ്യത്തെ ധ്യാനം അങ്ങനെയുള്ള അർത്ഥങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. നാമങ്ങൾ എന്താണ്, വിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ അർത്ഥം എന്തൊക്കെയാണെന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. വിഷ്ണു സഹസ്രനാമം മുഴുവൻ എല്ലാം അർത്ഥമല്ല, ആ പറയുന്ന 1000 നാമങ്ങളുടെ, ഭഗവാന്റെ 1000 നാമങ്ങളുടെ അർത്ഥം എന്താണ്, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അർത്ഥങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ശ്ലോകം പറയുന്നത്: ഓം വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂത ഭവ്യ ഭവൽ പ്രഭു ഭൂതകൃൽ ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. ഇതിൽ ഒന്നാമത് പറയുന്ന നാളമാണ് വിശ്വം. വിശ്വം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മൊത്തമാണ്. അതായത് ഈ പ്രപഞ്ചത്തിലെ മുഴുവനും ഉള്ള പ്രപഞ്ചം തന്നെയായ വിരാട് പുരുഷനായ, ഈ പ്രപഞ്ചത്തിൻ്റെ രൂപമായ അത് തന്നെയാണ്, ഈ പ്രപഞ്ചത്തെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനെ പ്രപഞ്ചം തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്. പ്രപഞ്ചകാരണവും പ്രപഞ്ചവും എല്ലാം ഭഗവാനാണെന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ കാരണമാണ്, പ്രപഞ്ചത്തിൻ്റെ കാരണവുമാണ്, അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നതുമാണ്. അപ്പോൾ ഈ പ്രപഞ്ചം തന്നെയാണ്. എന്താണ് ഭഗവാൻ? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. അതാണ് ഇവിടെ വിശ്വം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് വിഷ്ണു. വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലാവിടെയും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാറ്റിലും എല്ലാവിടെയും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി, അതാണ് വിഷ്ണു. പിന്നെ പറയുന്നതാണ് വഷട്കാര. വഷട്കാര എന്ന് പറയുന്നത് ശരിക്ക് വേദമന്ത്രങ്ങളിലൊക്കെ നമ്മൾ ഭഗവാനെ ഉപാസിക്കുന്ന ആരെയാണോ നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ചെയ്ത് അതുപോലെ മുനിമാരൊക്കെ തിരുമേനിമാർ വേദങ്ങൾ ഒക്കെ പറഞ്ഞ് നമ്മൾ ഉപാസിക്കുന്നത്, മന്ത്രങ്ങൾ പറഞ്ഞ് ഉപാസിക്കുന്നത്, ആരെയാണോ മന്ത്രങ്ങൾ പറഞ്ഞ് തൃപ്തിപ്പെടുത്തുന്നത് അതാണ് ശരിക്ക് ഭഗവാൻ. അതുപോലെ യജ്ഞം തന്നെയാണ് ഭഗവാൻ എന്നും പറയുന്നുണ്ട്. ഭൂതഭവ്യ ഭവൽ പ്രഭു. ഭൂതഭവ്യ ഭവൽ പ്രഭു. ഭൂതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലം, ഭവ്യം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാലം, ഭവൽ എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം. ഇതിൻ്റെയൊക്കെ പ്രഭുവാണ്. പ്രഭു എന്ന് പറഞ്ഞാൽ ലോർഡാണ്, ഈശ്വരനാണ്. അതായത് ഈ കഴിഞ്ഞ കാലത്തിൻ്റെയും ഇക്കാലത്തിൻ്റെയും വരാനിരിക്കുന്ന കാലത്തിൻ്റെയും ഒക്കെ പ്രഭുവാണ്. അതായത് കാലത്തിനൊക്കെ അതീതനാണ് ഭഗവാൻ. ഭൂതകൃൽ. ഭൂതകൃൽ എന്ന് പറഞ്ഞാൽ കൃത് എന്ന് പറഞ്ഞാൽ എഴുതുക എന്നൊക്കെ പറയാം. അങ്ങനെ രചിക്കുക, ഉണ്ടാക്കുക, സൃഷ്ടി ചെയ്യുക. അപ്പോൾ ഭൂതകൃൽ. ഭൂത എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ജീവജാലങ്ങളാണ്.
അപ്പോൾ ജീവജാലങ്ങളുടെ ക്രിയേറ്റർ, ഉണ്ടാക്കിയത് ആരാണ്? ജീവജാലങ്ങളെ ഉണ്ടാക്കിയത് ഭഗവാനാണ്. ഭൂതകൃൽ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളെ ഉണ്ടാക്കിയ ആളെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭൂതഭൃൽ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക, അതുപോലെ പോഷിപ്പിക്കുക എന്നർത്ഥമുണ്ട്, പാലൂട്ടി വളർത്തുന്നത്, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് ഭൃത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഭൂത എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളെ വളർത്തുക, നിലനിർത്തുക, ഈ പ്രപഞ്ചത്തിൽ ജീവജാലങ്ങളെ നിലനിർത്തുക, അതാണ് ഭൂതഭൃൽ. ഭാവ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളിലും, ജീവജാലങ്ങളിലും മാത്രമല്ല ജീവനില്ലാത്തവയിലും എല്ലാം നിലകൊള്ളുന്ന ആ ഒരു എന്താണോ ഉള്ളത്, ആ ജീവികളുടെയൊക്കെ ഭാവം, ആ ജീവികളുടെ ഉള്ളിലുള്ള ആ നിലനിൽപ്പ്, അത് തന്നെ ഭഗവാനാണ്. പിന്നെ പറയുന്നത് ഭൂതാത്മ എന്ന് പറഞ്ഞാൽ, ഭൂത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ജീവജാലങ്ങളെന്ന്, എങ്കിൽ ആത്മ, ഈ ഭൂതങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ്, പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ ഉള്ളിൽ നിലകൊള്ളുന്ന ആത്മാവ്, അത് തന്നെ ഭഗവാനാണ്. ഭൂതഭാവന, ഭൂത എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ, ഭാവന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, ഇരട്ടിപ്പിക്കുക, അതായത് ജീവജാലങ്ങൾക്ക് ജീവൻ കൊടുക്കുന്നതും അതുപോലെ അവയെ വളർത്തുന്നതും ഇരട്ടിപ്പിക്കുന്നതും ഒക്കെ ഭഗവാനാണെന്ന് എന്നാണ് ഇത്രയും നാമങ്ങളുടെ അർത്ഥം പറയുന്നത്. ഒന്നാമത്തെ ശ്ലോകം ഒരു പ്രാവശ്യം കൂടി പറയാം. ഒന്നുകൂടെ വായിക്കട്ടെ ശ്ലോകം. ഓം വിശ്വം വിഷ്ണുർ വഷഡ്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു ഭൂതകൃൽ ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. അതായത് വിശ്വം, ഈ പ്രപഞ്ചം തന്നെയായ വിഷ്ണുർ, എല്ലായിടത്തും നിലനിൽക്കുന്ന, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന, വഷഡ്കാരോ, ഈ വേദമന്ത്രങ്ങളൊക്കെ ആരെയാണോ പ്രീതിപ്പെടുത്താനായിട്ട് ചൊല്ലുന്നത് ആ ആൾ. അതുപോലെ തന്നെ ഭൂതഭവ്യ ഭവൽ പ്രഭു, ഈ ഭൂതകാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും വരാനിരിക്കുന്ന കാലത്തിൻ്റെയും എല്ലാം നാഥനായിട്ടുള്ള ആൾ. ഭൂതകൃൽ, പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെ സൃഷ്ടിച്ച ആൾ. ഭൂതഭൃൽ ഭാവോ എന്ന് നമ്മൾ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെയൊക്കെ നിലനിൽക്കുന്ന ആൾ. ഭാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ ഉള്ളിൽ, അവയുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഭാവമായിട്ടുള്ള ആ ഒരാൾ. ഭൂതാത്മാ ഭൂതഭാവന. ഭൂതാത്മാ എന്ന് പറഞ്ഞാൽ ഈ ജീവജാലങ്ങളുടെ ഉള്ളിലെ ആത്മാവ്. ഭൂതഭാവന, ഈ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതും അതുപോലെ തന്നെ അവയെ ഇങ്ങനെ 10 മടങ്ങായിട്ട്, ആയിരക്കണക്കിനായിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവജാലങ്ങൾ, അതായത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾ. ഓം വിശ്വം വിഷ്ണുർ വഷഡ്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു ഭൂതകൃൽ ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. അപ്പോൾ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.